നമ്മൾ കാലത്ത് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വരണ വഴിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പറഞ്ഞാൽ പൂണ്ടി ഡാമിലാണ്. ഇതാണ് പൂണ്ടി ഡാം. ഇതിന്റെ ബാക്കില് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിൽ കയറാൻ നമുക്ക് അനുവാദമില്ല, ഫൈൻ കിട്ടും. നമ്മൾ വരണ വഴിക്ക് കുറച്ച് നമ്മുടെ നാട്ടിലെ ഗഡികളൊക്കെ കണ്ടു. പരിചയമില്ല, അവരോട് വെച്ച് പരിചയപ്പെട്ടാണ്. അപ്പൊ അവരാണ് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറാൻ പാടില്ല, അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ നമ്മള് അതുകൊണ്ട് കയറിയില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലത്തിന്റെ കേസ് ഞാൻ അങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു കാർന്നവരെ കണ്ടു, ഒരു അപ്പാപ്പനെ. അവിടെ അവ പറഞ്ഞ അവിടെ ഇങ്ങനെ പൂണ്ടി ഡാം ഉണ്ടെന്ന്. വരണ വഴിക്ക് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വലിയ ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ രീതിയിലുള്ള ഓഫ് റോഡ്. കാറൊക്കെ വരുന്നതാണ്. എന്നാലും ബൈക്കും വരുമ്പോൾ ചെറിയ ടാസ്ക്, അത് പാഷൻ പ്രോമോ വരുമ്പോ. ചെക്കനെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ചെക്കൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണം. ഇവിടെ അധിക സമയം നമ്മൾ നിൽക്കള്ള, കാരണം ഇവിടെ അങ്ങനെ അധികം കാണാനില്ല. ഇവിടുത്തെ ഈ കാണുന്ന കാഴ്ചകളൊക്കെയാണ്. ബാക്കില് എന്റെ ബാക്കില് കാടാണ്. ഇതിന്റെ ബാക്കില് ഇതാണ് ഡാം കേട്ടാ, പൂണ്ടി ഡാം. ഇതാണ് ഇപ്പൊ ഉണ്ടായ ഒരു അനുഭവമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ നമ്മുടെ ബേക്കിൽ കേട്ടാ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. കുറച്ച് മലയാളീസ് തോന്നുന്നു, അതോ ഇവിടുത്തെ ആൾക്കാരാണെന്ന് അറിയില്ല. അവര് ഇവിടെ കിടന്ന് ഒച്ചയുണ്ട്. ഒച്ച ഓരോന്ന് ഇങ്ങനെ ഒച്ചത്തിൽ പറയുന്നുണ്ട്. അപ്പൊ കാട് അത് തിരിച്ചു പറയണം. തിരിച്ചു പറയാ ഇവര് പറയണ സാധനം കാടിന്റെ അവിടെ എക്കോ അടിക്കുന്നു. ഓ അതൊരു ഭയങ്കര ഇതാട്ടാ. ഇന്നലെ നമുക്ക് ടെന്റ് കിട്ടിയ കാരണം കൊണ്ട് നല്ലൊരു ഉറക്കം കിട്ടി. അധികം സമയം അവിടെ നിന്നില്ല, കാലത്ത് തന്നെ നമ്മൾ പോന്നു. അപ്പൊ ടെന്റ് ശരിയാക്കി തന്ന നൻപൻ പാർത്ത, നിനക്ക് വലിയൊരു താങ്ക്സ്. അതുപോലെ പാർത്തന്റെ കമ്പനിക്കാരൻ അനൂപ്, ആളോടും ഒരു നന്ദി പറയണു. പിന്നെ ഇവിടെ ആൾക്കാർ പശുവിനൊക്കെ മേയ്ക്കാറിങ്ങിട്ടാ ബാക്കില്. അവരുടെ അടുത്തേക്കൊന്നും പോള. ഞാൻ അവിടെ വന്നപ്പോ ഒരു ചുള്ളൻ തലയിൽ തടിയൊക്കെ വെച്ചിട്ട് ആൾ പോണ്ടായി. അപ്പൊ ആളുടെ കയ്യിൽ കവറിലൊരു കൂണ് നിറച്ച് കൂണാണ്. കൂണ് ആൾ കവറിലുണ്ടായി. അപ്പൊ ആളുടെ അടുത്ത് ചോദിച്ചു എന്തിട്ട് കൂടാത്. അപ്പൊ ആളുടെ അടുത്ത് പറഞ്ഞില്ല. അപ്പൊ ഇവിടുത്തെ രണ്ട് ചുള്ളന്മാര് വരുന്നുണ്ട്. അവരോട് ചോദിച്ചു നോക്കാം ഇനി ഇവിടുന്ന് അടുത്ത സ്ഥലം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരോട് ചോദിച്ചിട്ട്, അവരിവിടുത്തെ ലോക്കൽസ് ആണല്ലോ, അപ്പൊ അവർക്കറിയാലോ. അപ്പൊ ഇവിടെ നിന്ന് പതുക്കെ തെറിക്കാൻ നോക്കാം. ചെക്കനാണെങ്കിൽ അവിടെ വെയിലത്തിരിക്കണം, അതാ വിഷയം. ഇന്നലെ ഇടാ ഒരു പണി വന്നു, വണ്ടി സ്റ്റാർട്ടാ വെച്ചിട്ട് ബുദ്ധിമുട്ട് കാട്ടി. ഇന്ന് കാലത്ത്, ഇന്നലെ കാലത്ത് തന്നു. ഇന്നലെ വന്നപ്പോഴും തന്നു, ഇന്ന് കാലത്തും തന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോ ആള് ഓടി. ചെറിയൊരു മടി കാലത്ത് തന്നെ ഒരു മല കണ്ടപ്പോ അങ്ങോട്ട് കയറിയതാ. നോക്കി കഴിഞ്ഞപ്പോ ബൈക്കിന് പോകാനുള്ള ട്രാക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ചെക്കനെ കൊണ്ടങ്ങോട്ട് കയറി പോന്നു. ഇവിടെ ഇരിക്കണോ ചുള്ളൻ, ആ ചുള്ളനെ കൊണ്ടങ്ങോട്ട് കയറി പോന്നു. മലയാളം ഒരു ചുറ്റുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഓ എങ്ങോട്ടൊക്കെ കറങ്ങിയോണ്ട് കാണിക്കാം. കണ്ടാ, നമ്മളൊരു മലയാള മുകളാണ്. ഇവിടേക്ക് ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യം തന്നെ ആംബിയൻസ് നോക്കിയിട്ടുള്ള പോക്കാണ്. ഒരു ശാന്തി മൂഡ്. വീട്ടില് വെറുതെ ഇന്ന് പ്രാന്ത് പിടിച്ചപ്പോ ഇറങ്ങിയൊരു പോക്കാ. അത് ഇവിടം വരെ എത്തി. അങ്ങനെ ഇവിടെ നിന്ന് എന്തായാലും വേറെ എവിടെയെങ്കിലും പോകണം. സമയം ഇരിക്കല്ല, കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പതുക്കെ നമ്മൾ മല ഇറങ്ങും. ഇറങ്ങി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാണ്ട്. ഇതാണോ നമ്മ കയറി വന്ന മല. അല്ലടാ, ഈ ഭൂമി എന്ന് പറഞ്ഞ സാധനം നമുക്ക് കാണാൻ വേണ്ടി കുറെ കാഴ്ചകൾ ഈ ഭൂമിയിലുണ്ട്. സത്യം പറഞ്ഞ ഒരു രക്ഷയില്ലടാ. ഇവിടെ നല്ല തണുപ്പായി തുടങ്ങി അത്യാവശ്യം. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിച്ചാണ്. എന്തൊക്കെയാണെന്നറിയില്ല, പ്ലാനിങ് ഒന്നുമില്ല. അപ്പൊ എന്ത് തോന്നണോ അപ്പൊ ചെയ്യണു, അത്രേ ഉള്ളൂ. കൃഷിയിടങ്ങളാണ് അതൊക്കെ. കൃഷിയാണ് അതൊക്കെ. എന്തിട്ട് കൃഷി ചെയ്തൊക്കെയാണെന്ന് അറിയാൻ പാടാ. നല്ല ക്യാരറ്റൊക്കെ ആയിരിക്കും തോന്നുന്നു. അപ്പൊ ഈ ഒരു കാഴ്ച കണ്ടപ്പോ ഒന്ന് നിർത്താൻ തോന്നി, നിങ്ങളെ കൂടി കാണിക്കാൻ തോന്നി. അപ്പൊ അതുകൊണ്ട് നിർത്തിയതാണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, നിങ്ങളെ കൂടി കാണട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് നിർത്തിയതാണ്. നമ്മളങ്ങനെ പൂണ്ടി എന്ന സ്വർഗത്തിനോട് താൽക്കാലികമായിട്ട് ഇവിടെ പറഞ്ഞു. ഇനി പിന്നീട് ഒരു ദിവസം വരുന്നതായിരിക്കും, കുറച്ച് ദിവസം നിൽക്കാൻ പാകത്തിന്. ഇപ്പൊ നമുക്ക് എന്തായാലും തിരിച്ചു വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ കറങ്ങി നടക്കാനാണ് ഉദ്ദേശിക്കണത്. അപ്പൊ നമുക്ക് ഇനി കറങ്ങിക്കൊണ്ടിരിക്കണം ഒരു സ്ഥലത്ത്. കുറച്ചാൾ നിൽക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പൊ അടുത്ത് ഞങ്ങളെ പോണ്ടേന്ന് വഴിയെ പറയാം. അപ്പൊ വരണ വഴിക്ക് കൊടൈക്കനാൽ വെച്ച് വേളാങ്കണ്ണി മാതാവിന്റെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോയപ്പോഴായാലും
നേർച്ചിട്ടിട്ടാണ് പോയത്. ഇങ്ങോട്ട് വന്നപ്പോഴായാലും മാതാവിന്റെ അടുത്ത് കയറി നേർച്ചിട്ടിട്ടാണ് വന്നത്. എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. അപ്പൊ മാതാവെന്നല്ല, ഞാൻ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇത്ര പെട്ടെന്ന് ഇറങ്ങാനുള്ള കാരണം ഇവിടെ ഭയങ്കര മഴയാണ്. ഇപ്പൊന്നും മഴ ഒതുങ്ങിയുണ്ട്. അപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോട്ട് കാര്യങ്ങളൊക്കെ ശോകാണ്. അപ്പൊ നമ്മളൊരു സ്ഥലത്ത് എത്ര ദിവസം നിക്കാന്നുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങിയതല്ലല്ല, നമ്മള് മൊത്തം ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണല്ലോ. അപ്പൊ ഒരു സ്ഥലത്ത് കുറച്ച് ദിവസം സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ടാസ്ക്കാണ്. അപ്പൊ അത് കാരണം നമ്മള് സ്റ്റേ ചെയ്തില്ല, ഒരു ദിവസം സ്റ്റേ ചെയ്തുള്ളൂ. അത്യാവശ്യം കുറച്ച് സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലെ മഴ ഉള്ള കാരണം മഴ നമ്മുടെ ഇതിലേക്ക് വില്ലനായിട്ട് കയറി വന്നേക്കാണ്. അപ്പൊ അത് കാരണം നമ്മൾ പെട്ടെന്ന് പോന്നു. ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് തെറിക്കുന്നതാണ്. ഈ അടുത്തൊരു കാഴ്ചയായിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാടാ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇട്ടോ. അപ്പൊ ഞാൻ നോക്കി അത് ക്ലിയർ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി പിടിപ്പിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഗുഡ് ബൈ.